നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയിൽ ധീരമായ രാഷ്ട്രീയം പറഞ്ഞു എന്ന പേരിൽ ഒരു വിഭാഗത്തിന്റെ പ്രശംസ ഏറ്റുവാങ്ങിയ പൃഥ്വിരാജ് എന്തേ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിക്കുന്നു? സ്വന്തം സിനിമയുടെ തിരുത്തിന് നായക നടനാണോ മറുപടി പറയേണ്ടത്? എമ്പുരാൻ സിനിമ കട്ടുകളോടെ ഉടൻ തിയേറ്ററിൽ എത്താനിരിക്കെ മാറ്റം വരുത്തിയത് എന്തിനെന്ന് വിശദീകരിക്കേണ്ടത് സംവിധായകനായ പൃഥ്വിരാജ് അല്ലേ? മോഹൻലാൽ സിനിമയെ പൂർണ്ണമായും കണ്ടിരുന്നില്ല, ഗുജറാത്ത് കലാപം വിഷയമായി എന്നറിഞ്ഞിരുന്നില്ല തുടങ്ങിയ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് മല്ലിക സുകുമാരൻ അല്ലല്ലോ. RSS തുടർച്ചയായി രാജ്യദ്രോഹി എന്ന് ആരോപിക്കുമ്പോഴും സംഘ് പരിവാർ ഭീഷണി ഉണ്ടായോ എന്ന് പറയേണ്ടതും പൃഥ്വിരാജ് അല്ലേ? സിനിമയുടെ പ്രൊമോഷനായി വാചാലനായിരുന്നയാൾ പ്രമേയത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടാകുമ്പോൾ പൊടുന്നനെ മൗനത്തിൽ ഒളിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പൃഥ്വിരാജിന് എന്തേ ഇപ്പോഴും മൗനം? പ്രൈം ഡിബേറ്റിൽ ഫിലിം ചേംബർ മുൻ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ സംഗീത്, പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ മഞ്ജിത്ത്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സംഗീത്, പൃഥ്വിരാജ് ഇതുവരെ ഈ വിവാദത്തിൽ ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം നൽകാത്തതിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് എതിരഭിപ്രായമുണ്ടോ? എതിരഭിപ്രായം ഉണ്ടോ എന്നതല്ല. ഇന്നലെ ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും, അതായത് ആ പോസ്റ്റ് തീർത്തൊരു ഖേദപ്രകടനം എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ലാലേട്ടനും ഈ സാമൂഹിക വിഷയങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യമായും രാഷ്ട്രീയപരമായും മതപരമായും ആർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനൊരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സിനിമയിലെ അണിയറ പ്രവർത്തകരെയും കൂടെ ലാലേട്ടൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ അണിയറ പ്രവർത്തകരിൽ പൃഥ്വിരാജും ഉണ്ടാവേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് പൃഥ്വിരാജിന് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പൃഥ്വിരാജാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രതിനിധിയുണ്ട്, അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ രീതിയിലുള്ള വിമർശനം വരുന്നത് പൃഥ്വിരാജിനെതിരെയാണ്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിൽ ഈ സിനിമയിൽ ധീരമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്ന നിലപാടെടുത്തിട്ടുള്ളവർ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും മോഹൻലാലിനെതിരെയുള്ള വിമർശനമുണ്ടല്ലോ, സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൃഥ്വിരാജിനെതിരെ വരുമ്പോൾ RSS ഇന്നും ഓർഗനൈസറിലൂടെ പൃഥ്വിരാജിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണല്ലോ. രാജ്യദ്രോഹി എന്ന രീതിയിൽ പറയുകയാണ് RSS. അപ്പോൾ ഈ സമയത്ത് ഈ സംഘ് പരിവാറിൽ നിന്നൊരു ഭീഷണി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം നിലനിൽക്കുമ്പോൾ അതിനൊരു മറുപടി കിട്ടേണ്ടതും പൃഥ്വിരാജിൽ നിന്നല്ലേ സംഗീത്? തീർച്ചയായിട്ടും അത് പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കിട്ടേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മറുപടി പറയേണ്ടത് ഇപ്പം മോഹൻലാൽ ഫാൻസ് എന്നുള്ള രീതി ഞാനോ അല്ലെങ്കിൽ വേറെ ഞങ്ങളല്ല അതിന് മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പൃഥ്വിരാജിനുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലാലേട്ടൻ ഇന്നലെ ഒരു ഖേദം പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെ കാരണങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായത് കൊണ്ടോ അങ്ങനെയാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല. സിനിമയിലെ ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ സിനിമകൾ കാണുന്നതിൽ എത്രയോ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്, നിഷ്പക്ഷമായിട്ട് പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ആ സിനിമയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു പരാമർശം ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാന്യമായിട്ടുള്ള പക്വതപരമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പക്വതപരമായ തീരുമാനമാണ്. അപ്പോൾ അതിന് എന്തായിരുന്നാലും ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും ലാലേട്ടൻ. പക്ഷേ ഒരു സിനിമയ്ക്കെതിരെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി നൽകേണ്ടത്, ഇപ്പോൾ മോഹൻലാൽ എന്നത് താരമാണ്, സൂപ്പർ താരമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ സംവിധായകനാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ നിലയിൽ ഇതിന് മറുപടി പറയേണ്ടത് ആദ്യം ആരാണ്? അതാണല്ലോ പോസ്റ്റിൽ ലാലേട്ടൻ പറഞ്ഞത്. സിനിമയുടെ അണിയറ പ്രവർത്തകരും ലാലേട്ടനും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഉൾപ്പെടെ അതിൽ ഖേദമുണ്ട്. പക്ഷേ അത് അങ്ങനെ ലാലേട്ടൻ പറയുമ്പോൾ ലാലേട്ടന് പേടി എന്ന രീതിയിൽ വരുന്നു. അങ്ങനെ ഒന്നും ഒരിക്കലും അങ്ങനെ ഒന്നും നറേറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ പറഞ്ഞ ലാലേട്ടനും അതേപോലെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതിൽ ഖേദമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പം മഞ്ജുഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജും അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളി ഗോപി മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അവരാണ്. അതാണ് നമ്മുടെ തീരുമാനം, നമ്മുടെ നിലപാട് അതാണ്. ശരി, ശ്രീ മഞ്ജിത്ത് കൂടി ചേരുകയാണ്. ശ്രീ മഞ്ജിത്ത്, ഇങ്ങനെ ഒരു നിലപാട് ഉണ്ട് കേട്ടോ. കാരണം എന്തിന് പൃഥ്വിരാജ് ഇങ്ങനെ മൗനത്തിലിരിക്കുന്നു? അദ്ദേഹത്തിന് ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം? സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് വാചാലനായ ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് ഇങ്ങനെ വിമർശനം വരുമ്പോഴും
അതിൽ ഒരു പ്രതികരണം നടത്തേണ്ടത് പൃഥ്വിരാജിന്റെ ബാധ്യതയാണല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മൗനത്തിലിരിക്കുന്നു? അപ്പോൾ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് സംഗീത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻസിൽ ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു അറിവിൽ നിന്നാണ്, അതായത് ഇന്ത്യയുടെ പുറത്ത് ഏകദേശം 165 കോടി രൂപ കളക്ഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ് ബേസ് ചെയ്തത്. ഇന്ത്യയുടെ പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും മലയാളീസ് എന്നുള്ള, ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്, ഞാനൊരു സംവിധായകനാണ്. അപ്പോൾ മലയാളി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അത് നമ്മൾ മലയാളികൾ എല്ലാവരും ഒരേ സമയം അതിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് അഭിനന്ദനം കിട്ടുന്ന ഒരു സമയമാണ്. ആ സമയത്തിനെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ പരമായിട്ടോ അതിനെ ആക്ഷേപിക്കുന്നതോട് നമുക്ക് യാതൊരു രീതിയിലും താല്പര്യമില്ല. മോഹൻലാൽ ഫാൻസ് എന്ന് പോസ്റ്റ് ഇട്ടിരുന്നു, ഞാനത് വായിച്ചിരുന്നു. അവരും അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. മമ്മൂട്ടി ഫാൻസ് എന്ന് പല സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, മറ്റുള്ള ഫാൻസുകളിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചോദിക്കുന്നതാണ്, ഈ പറയുന്ന സംഘടനകളിലെല്ലാം പല മതവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, പല രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ വളരെ രീതിയിൽ ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം ഒരു BJP-കാരനാണ്. BJP-കാരനെന്ന് നോക്കിയിട്ടൊന്നും അല്ല ആക്ഷേപിക്കുന്നത്. അയാളുടെ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു, വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നു, എല്ലാവരെയും വിളിച്ച് വളരെ രീതിയിൽ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന പ്രവണതയെ നമ്മൾ എന്ത് രീതിയിലാണ് മലയാളികളുടെ അടുത്ത് മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായിട്ട് പൃഥ്വിരാജിന് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജിനോ മുരളി ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ കാര്യങ്ങളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പൃഥ്വിരാജ് പറയേണ്ട സമയങ്ങൾ എന്ത് കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആണായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ ഫാൻസുകാർക്കെന്നല്ല, ഈ കേരള സമൂഹത്തിലെ മലയാളം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വ്യക്തമായിട്ട് അയാൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അദ്ദേഹം പറയുകയും ചെയ്യും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കണക്ക് സെൻസർ കൊണ്ട് അതിന്റെ ഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നോ മറ്റു കാര്യങ്ങളോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമ ഒരു സംവിധായകൻ ആ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞ് പബ്ലിക്കിലേക്ക് ആ സിനിമ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ പൂർണ്ണ ഉത്തരവാദിത്തം അതിന്റെ പ്രൊഡ്യൂസേഴ്സിനാണ്, സംവിധായകനല്ല. മനസ്സിലായി? എന്റെ അറിവിലുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും എല്ലാം പ്രൊഡ്യൂസേഴ്സാണ്. പബ്ലിക്കിൽ അത് സെൻസർ ചെയ്ത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സംവിധായകന്റെ ഉത്തരവാദിത്തങ്ങൾ ഏതാണ്ട് കുറെ തീരുമാനങ്ങൾ, ചില പ്രൊഡ്യൂസേഴ്സ് സംവിധായകന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ചിലവർ ചോദിക്കാതെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് പൃഥ്വിരാജിന് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും വ്യക്തമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് പറയും. പക്ഷെ ആ പൃഥ്വിരാജിന്റെ വീട്ടിലിരിക്കുന്ന അമ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിക്കുന്നത് ഏത് രീതിയിലാണ് നമുക്കിവിടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? എന്താണ് ഈ രീതിയിൽ കാണിക്കുന്നത്? അപ്പൊ അത് ഒരു രീതിയിലും ഒരു സിനിമയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തികൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനെ ശക്തമായിട്ട് തന്നെ നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് നമുക്കറിയാവുന്ന നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് ഒരു വ്യക്തിനെ ആക്ഷേപിക്കുന്നത്. ഈ രീതിയിലാണോ ഈ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കേണ്ടത്? പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ശ്രീ മഞ്ജിത്ത്. സോഷ്യൽ മീഡിയയിൽ വലിയ ആക്ഷേപം RSS തന്നെ ഓർഗനൈസറിലൂടെ പലതവണ പൃഥ്വിരാജിനെതിരെ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിന് മറുപടി പറയേണ്ടതാണ്. അതിന് മറുപടി പറയേണ്ടത് പൃഥ്വിരാജാണ്, അതല്ലാതെ അമ്മയായ മല്ലിക സുകുമാരനല്ല അതിന് മറുപടി പറയേണ്ടത്. ഇന്ന് മല്ലിക സുകുമാരൻ ഇതേക്കുറിച്ച് മറുപടി പറയുന്നത് കേട്ടു, RSS പേടിപ്പിക്കാൻ വരേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ അത് പൃഥ്വിരാജിന് നേർക്ക് നേർ നിന്ന് പറയാമല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ തിരുത്തൽ വരുത്തുവാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുവാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഭീഷണിയുണ്ട്, അതിനാൽ മാറ്റി എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നെങ്കിലും പറയാമല്ലോ. അല്ല, ഒരു മകനെതിരെ ഇതേ രീതിയിലുള്ള ആക്ഷേപങ്ങളും മറ്റുള്ളവരും ചെയ്യുമ്പോഴത്തേക്ക് ഒരു അമ്മ സിനിമാ നടി ആയിപ്പോയതിന്റെ പേരിൽ അവർക്ക് വന്ന് അഭിപ്രായം പറയാൻ പറ്റത്തില്ലേ? അവരെ അമ്മയാണ്.
അവരെ സിനിമയിലേക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിനെ സിനിമയിലേക്ക് പിന്നെ അവർ അയച്ചതോ അല്ലെങ്കിൽ സുമാനസ്ഥാന്റെ പേരിലോ അവർ മുമ്പോട്ട് നയിച്ചത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ പാരമ്പര്യമാണ്. അപ്പൊ പക്ഷെ മകനെ കുറിച്ചിട്ട് ദോഷമായിട്ടോ അല്ലെങ്കിൽ മരുമകളെ കുറിച്ചിട്ടോ കുട്ടികളെ കുറിച്ചിട്ടോ മറ്റുള്ളവരെ കുറിച്ചിട്ടോ വെറും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ ഇവിടെ ഈ രാജ്യത്ത്? അപ്പൊ അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ പറയുക തന്നെ ചെയ്യും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ചോദിക്കണം, നിങ്ങൾ സംഘപരിവാറിന്റെയോ അല്ലെങ്കിൽ BJPയിലോ, നമുക്ക് ഒരുപാട് BJP സുഹൃത്തുക്കൾ നമ്മുടെ സംഘടനയിലുണ്ട്, BJP സംഘപരിവാറിലെ സംഘടനകളുണ്ട്, മറ്റുള്ള പാർട്ടിയിലുള്ളവരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ നമ്മളെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ഒരു പിന്നെ BJPയുടെ സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടെ പടം കാണാൻ വന്നു. അന്നപ്പോ അയാൾ എന്റെ അടുത്ത് ചോദിച്ചാണ്, ഡേയ് ഞാൻ ഈ പടം വന്ന് കാണണം, നീ വീഡിയോ എടുത്തിടല്ലേ എന്നാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവും, അദ്ദേഹം അത് സിനിമ ആയിട്ടാണ് കാണാൻ വന്നത്. സിനിമയായിട്ട് കാണാൻ വന്ന കാര്യത്തിന് നമ്മൾ സിനിമയായിട്ടേ കാണുന്നുള്ളൂ, അല്ലാതെ നമ്മൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണുന്നില്ല. ഇവിടെ പല സിനിമകളും ഉണ്ട്. എത്രയോ സിനിമകൾ വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശം, പിന്നെ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ സിനിമയല്ലേ സന്ദേശം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കിങ് ആൻഡ് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കേന്ദ്ര രാഷ്ട്രീയമല്ലേ പറഞ്ഞത്. അന്ന് അവിടെ ഭരിച്ചിരുന്ന അത്രയും രാഷ്ട്രീയ നേതാക്കന്മാരെ ആക്ഷേപിച്ചിട്ടില്ലേ ആ സിനിമയ്ക്കകത്ത്? പക്ഷെ അന്ന് ഇവിടെ ഉള്ള ജനങ്ങൾ ആരെങ്കിലും അതിനെ ആക്ഷേപിക്കാനായിട്ട് പോയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ? അപ്പൊ അന്ന് ഭരിച്ചിരുന്നത് ഈ പറയുന്ന കേന്ദ്രത്തിലെ പാർട്ടിയാണോ ഭരിച്ചിരുന്നത്? അല്ലല്ലോ. അപ്പൊ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കണം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. പൃഥ്വിരാജ് സുകുമാരനെ മാത്രം പിന്നെ എന്താന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇന്നിവിടെ നടക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആ ഫോക്കസിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് പൃഥ്വിരാജിന് പറയാനുള്ള കാര്യങ്ങൾ പൃഥ്വിരാജ് സമയമാവുമ്പോൾ വ്യക്തമായിട്ട് പൃഥ്വിരാജിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പൃഥ്വിരാജ് പറയും. അത് തന്നെയാണ് പൃഥ്വിരാജിന്റെ ശീലവും. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഇക്കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ മറുപടി? അതെ, ഫാൻസ് അസോസിയേഷന്റെ ആളിനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കടുവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. ആ സമയത്ത് സമയോചിതമായിട്ടുള്ള ഇടപെടലായിരുന്നില്ല സിനിമയുടെ ഭാഗമായിട്ടുള്ള സംവിധായകൻ ഷാജി കൈലാസ്, നടൻ ശ്രീ പൃഥ്വിരാജ് എന്നീ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയെ അതിൽ ചിത്രീകരിച്ചുകൊണ്ട് മോശമായിട്ടുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ വികാരത്തിനെ വളരെ കൂടുതൽ വ്രണപ്പെടുത്തുന്ന, മാതാപിതാക്കൾ എന്ന നിലയിലും കുട്ടികൾ എന്ന നിലയിലുമുള്ള അവരുടെ ബന്ധത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന, സമൂഹത്തിൽ അവരെ വളരെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഉൾപ്പെടെ പല ആൾക്കാരും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ സിനിമയെ സിനിമയായിട്ട് കാണണം എന്നൊക്കെ ഉപദേശിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ആ സിനിമയിൽ തന്നെ സഹകരിച്ച ഒരു നടൻ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എന്നോട് കമൻ്റ് ഇട്ടതാണ്, സിനിമയെ സിനിമയായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷേ അവസാനം ആ വിമർശനമെല്ലാം തന്നെ കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് മനസ്സിലാക്കി ഇനി അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു ബോധ്യം ആ സിനിമ നിർമ്മാതാക്കൾക്കുണ്ടായ സമയത്ത് ആ ഒരു ഡയലോഗ് സിനിമയിൽ മ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവം പൃഥ്വിരാജിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമയത്താണോ പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ വളരെ വൈകിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കടുവ സിനിമ OTT എടുത്ത് നോക്കിക്കോളൂ, അതിൽ ആ ഒരു ഡയലോഗ് മ്യൂട്ടഡ് ആണ്. അപ്പോൾ സമയത്തിന് പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ളതല്ലാത്ത വിഷയത്തിന് സമയത്തിന് പ്രതികരിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഇവിടെയുള്ള കാര്യം എന്താണ്? അതായത് ശ്രീ പൃഥ്വിരാജ് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മളെ പറ്റി അല്ലാത്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ RSSും പറയുന്നുണ്ടായിരുന്നു സെലക്റ്റീവായിട്ട് മാത്രമേ പൃഥ്വിരാജ് പ്രതികരിക്കുന്നുള്ളൂ എന്ന്. അല്ല, നോക്കൂ, ഇപ്പോൾ ശ്രീ പൃഥ്വിരാജ് പ്രതികരിച്ചിരിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പ്രതികരിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. രാഷ്ട്രീയമായിട്ടുള്ളതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള വിഷയങ്ങളാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ അതിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു ടെക്നിക്കൽ റോളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു മോശം പെരുമാറ്റത്തിനെക്കുറിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. ഒരു സ്ത്രീ പരാതി കൊടുത്തു. ആ സമയത്ത് അപ്പോൾ തന്നെ പൃഥ്വിരാജ് പ്രതികരിച്ചോ? സമയോചിതമായിട്ട് നമ്മളൊക്കെ തന്നെ ചർച്ച നടത്തിയത് മഞ്ജുഷിന് ഓർമ്മയുണ്ടാകും. എക്സാക്ട്ലി. അന്നേരം ഈ പറയുന്ന ഫാൻസ് അസോസിയേഷന്റെ ചേട്ടൻ ഇവിടെ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് കണ്ടില്ലേ? അദ്ദേഹം അന്ന് പറഞ്ഞില്ലേ പൃഥ്വിരാജ് പ്രതികരിക്കൂ, ഇതാണ് റൈറ്റ് ടൈം എന്ന് പറയുമോ?
പൃഥ്വിരാജ് പ്രതികരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് റൈറ്റ് ടൈം. പക്ഷെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് മറുപടി ഉണ്ടാകേണ്ടത്. അന്ന് മഞ്ജുഷിനറിയാം, ഇവിടെ ന്യൂസ് 18-ലടക്കം ചർച്ചയുണ്ടായിരുന്നതാണ്. മഞ്ജുഷും ഞാനുമൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നതാണ്. പൃഥ്വിരാജിന് തൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ നിലപാടുകളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരുന്ന സമയത്തെല്ലാം തന്നെ അത് മറ്റുള്ള ആൾക്കാരുടെ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയും സ്വന്തം കാര്യത്തിൽ വരുന്ന സമയത്ത് വളരെ ഡിലേയ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടതാണ്. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന രീതിയിലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫാൻസ് അസോസിയേഷൻ്റെ ആളിനെ അറിയില്ലേ? എന്നിട്ട് നിങ്ങൾ ലൂസിഫർ സിനിമയിലാണോ അദ്ദേഹത്തിൻ്റെ വേറെ ഏത് സിനിമയിലാണോ എന്ന് എനിക്കറിയില്ല, അവസാനം ഒരു ഐറ്റം ഡാൻസ് നമ്പറൊക്കെ കണ്ടതല്ലേ? അത് സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലാണോ അല്ലയോ എന്നുള്ളത് താങ്കൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം കാര്യത്തിൽ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പൃഥ്വിരാജ് എന്നല്ല പല ആൾക്കാരും സ്വീകരിക്കാറുള്ളതാണ്, അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. പൃഥ്വിരാജിൻ്റെ പഴയ പാസ്റ്റ് പെരുമാറ്റങ്ങളെ ഒന്നും വെച്ചുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണ് എന്ന് ആലങ്കാരികമായി പറഞ്ഞതുകൊണ്ടോ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ, നായക നടൻ, അദ്ദേഹം പറയുകയാണ്, എനിക്ക് വ്യക്തിപരമായി ഖേദമുണ്ട്. എന്തിനാണ് ഖേദം? എൻ്റെ സിനിമകളൊന്നും തന്നെ രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെയോ മതവിഭാഗത്തിനെയോ ഏതെങ്കിലും ആശയത്തിനെയോ വില്ലനൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക്, അതായത് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നതിന് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് അതിനോട് താല്പര്യമുണ്ടെന്നോ ഇല്ലെന്നോ അല്ല പറയുന്നത്, മറിച്ച് ആ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുക, ഒരു സോഷ്യൽ ഡിവൈഡ്, സാമൂഹ്യ ഭിന്നത ഉണ്ടാക്കുക എന്നതിന് എനിക്ക് താല്പര്യമില്ല. അത് അങ്ങനെ ആൾക്കെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഖേദമുണ്ട് എന്നാണ് ശ്രീ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സോഷ്യൽ ഫാബ്രിക്കിന് കോട്ടം തട്ടാത്ത രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് എന്ന് പറയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, അങ്ങനെ വിമർശന വിധേയമായിട്ടുള്ള രംഗങ്ങളെല്ലാം തന്നെ മാറ്റാനായിട്ട് ഇവിടെ യോജിച്ചൊരു തീരുമാനമുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒന്ന്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ അഡ്രസ്സ് ചെയ്യുന്നു. രണ്ട്, ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നു. പക്ഷേ സത്യത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് എന്ന് പറയുന്നത് ആരാണ്? അതിൻ്റെ സംവിധായകനാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. അപ്പോൾ സംവിധായകൻ പറയണം, എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് സാഹചര്യത്തിലാണ് ഞാൻ ഈ എഡിറ്റിന് പോയിരിക്കുന്നത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ഇപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ പോസ്റ്റിലും ഇല്ലല്ലോ എന്ത് കാരണത്താലാണ് എഡിറ്റ് വരുന്നത് എന്നില്ല. വിമർശന വിധേയമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് എഡിറ്റിന് പോയിരിക്കുന്നു. എഡിറ്റിന് പോയിരിക്കുന്നത് എന്തിനാണ് എന്നിപ്പോൾ ഫാൻസ് അസോസിയേഷൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളിന് പറയാൻ കഴിയുമോ? പൃഥ്വിരാജ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? പൃഥ്വിരാജ് പരസ്യമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയില്ല. അപ്പോൾ ഒന്ന്, അതിനെപ്പറ്റി വിശദീകരണം നൽകേണ്ടത് സംവിധായകനാണ്, അല്ലാതെ സംവിധായകൻ്റെ മാതാവല്ല, സംവിധായകൻ്റെ സുഹൃത്തുക്കളല്ല, സംവിധായകൻ്റെ ഫാൻസ് അല്ല, സംവിധായകനാണ് പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ നീക്കം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന വിമർശനം എന്താണ്? സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ നിരവധി ആൾക്കാർ പറയുന്നുണ്ട്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ സിനിമ കണ്ടതിന് ശേഷം ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം ആരാണ് നൽകേണ്ടത്? സംവിധായകനാണോ? സംവിധായകൻ്റെ മാതാവാണോ? സംവിധായകൻ്റെ ഫാൻസാണോ? ഞാൻ കരുതുന്നത് സംവിധായകനാണ്. അദ്ദേഹം പറയണം. അദ്ദേഹം കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ടീമാണല്ലോ ഈ എഡിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ എഡിറ്റിന് പോയിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സമ്മർദ്ദമുണ്ടോ? ഇപ്പോൾ ഇവർ ഈ ഫാൻസിൻ്റെ അദ്ദേഹം പറയുന്നത് കേട്ടു, അദ്ദേഹം കൃത്യമായി പ്രതികരിക്കുന്ന ആളാണ്, ധൈര്യശാലിയാണ്. ശരി, ധൈര്യശാലിയായിട്ടുള്ള ഒരാളിന് പറയാമല്ലോ, എനിക്ക് ഭീഷണി ഉണ്ട് എങ്കിൽ എനിക്ക് ഭീഷണി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. ശരി, അതിന് ഏറ്റവും പറ്റിയ സമയം ഇതുമാണ്. RSSന്റെ ഭീഷണി തുടർച്ചയായിട്ട് മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പറ്റിയ സമയം ഇത് തന്നെയാണ്. പൃഥ്വിരാജ് പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്ന മറ്റൊരു വിമർശനമുണ്ട്, മോഹൻലാൽ ഭീരുവാണ്, പൃഥ്വിരാജ് ധൈര്യവാനാണ് എന്ന്. അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടത് പൃഥ്വിരാജിന്റെ ചുമതലയാണ്, അല്ലേ ശ്രീ ഫസൽ ഗഫൂർ? ഇങ്ങനെയൊരു പ്രതികരണം പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതോ മോഹൻലാൽ പറഞ്ഞ കാര്യം പൃഥ്വിരാജ് ഷെയർ ചെയ്തതോടുകൂടി കാര്യങ്ങൾ അവസാനിച്ചു എന്നാണോ? അല്ലല്ല, ഞാൻ നിങ്ങളെ അറിയാത്തൊരു കാര്യം പറയാം. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോ ഞാൻ സിനിമ തിയേറ്ററുകളൊക്കെ തുടങ്ങിയിട്ട് 35 കൊല്ലമായി. സിനിമ എന്താണെന്ന് നല്ലോണം അറിയാം. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 ഡയറക്ടർ ആണെങ്കിൽ അതോട് തുല്യമായിട്ട് നിൽക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ. കാരണം പ്രൊഡ്യൂസർ പണം കൊടുക്കാൻ, പടത്തിന് ഷൂട്ടിംഗ് നിർത്തി വെക്കാതെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാനെന്താ ലൈൻ പ്രൊഡ്യൂസർ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഏൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് മോഹൻലാലിന്റെ സിനിമയാണ്. ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണെന്ന് കൂട്ടിക്കോ, അത്ര കൂട്ടിവെച്ചോ. FRONT അല്ലെങ്കിൽ FRINT ഒന്ന് കൂട്ടാം നമുക്ക്. അവര് ഒരു സിനിമ കൊല്ലക്കാലം ഞങ്ങൾ എത്ര ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ മോഹൻലാലിന്റെ സകല പടങ്ങളും കളിച്ചിട്ടുള്ള ആളാണ്. ആ പടങ്ങളെല്ലാം ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാലായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ പടം തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തിയേറ്ററിൽ, എല്ലാ തിയേറ്ററിലും ഈ 5 ദിവസമായിട്ട് കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇപ്പൊ തിങ്കളാഴ്ച അപ്പൊ എന്ത് നിങ്ങൾ പറഞ്ഞാലും അത് ഞാൻ എന്റെ തിയേറ്റർ ഒന്ന് പറവൂരിലാണ് നിൽക്കുന്നത്. ഒരു തികച്ചും ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അത്. അവിടെ യാതൊരു തർക്കവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. മോഹൻലാൽ ഫാൻസും തമ്മിൽ തല്ലെടുത്തില്ല, പൃഥ്വിരാജ് ഫാൻസും തമ്മിൽ തല്ലെടുത്തില്ല. മാത്രമല്ല ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. എന്താ പറയുക, മോഹൻലാൽ വലിയ സെറ്റ് ബാക്ക് ഫേസ് ചെയ്തുകൊണ്ട് കാലഘട്ടമാണ്. വലിയ വൻ പടങ്ങളൊക്കെ പൊട്ടി നിൽക്കുന്ന മരക്കാർ തൊട്ടിട്ട് മറ്റേ പടം എന്താണ് പല്ലിശ്ശേരിയുടെ പടക്കം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അദ്ദേഹം വിജയിക്കണമെന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രി ഒന്നടക്കം പ്രാർത്ഥിക്കുകയാണ്. ഈ ഫിലിം എമ്പുരാൻ പ്രാർത്ഥിക്കണമെന്ന് ശരിക്കും വിചാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കൂല. അത് ഇതിന്റെ റഷസ് കണ്ടിട്ടില്ല, ഞാൻ യോജിക്കൂല. അദ്ദേഹം ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, ഞാൻ യോജിക്കൂല. അപ്പൊ അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തിന് അറിയാം, പൃഥ്വിരാജിനും അറിയാം, ആന്റണിക്കും അറിയാം. ചിലപ്പോ ഗോകുലം ഗോപാലിന് പറയുന്നില്ല, കാരണം അദ്ദേഹം അവസാനം ഉത്തരവൊന്നും ലൈക്ക സുഭാസ്കറിനോ അദ്ദേഹത്തിന്റെ ടീം എന്താണെന്നുള്ളത്. അപ്പൊ ആ ടീമിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഈ തർക്കം വരുന്നത്. ആ തർക്കം കാണിച്ചാൽ നമുക്ക് ആ തർക്കം എടുത്തപ്പോൾ പക്ഷെ കുറച്ചു ദിവസം ഞാനിപ്പോ യൂറോപ്പിൽ ഇന്നലെ രാത്രി വന്നിട്ട് ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ഈ സിനിമ കാണുക കട്ട് വരുന്നതിന് മുമ്പായിട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് വിവാദ വിഷയങ്ങൾ നമുക്ക് കാണിച്ചാൽ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പൃഥ്വിരാജാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. പൃഥ്വിരാജാണ് എല്ലാത്തിനും ഉത്തരവാദി. അത് സിനിമയെ പറ്റി അറിയാത്തവരാ. അത് സിനിമയിലുള്ള പ്രൊഡ്യൂസേഴ്സ്, ഇപ്പൊ നമ്മൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ചോദിക്കട്ടെ, അപ്പച്ചൻ മറ്റേ നമ്മുടെ നവോദയ അപ്പച്ചൻ, അല്ലെങ്കിൽ നമ്മുടെ 7 പിക്ചേഴ്സ് അപ്പച്ചൻ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ 100 അപ്പച്ചന്മാരാന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സർവൈത്തർ അപ്പച്ചൻ, അവരാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. അവർ ഡയറക്ടർ ഫിക്സ് ചെയ്തതിനു ശേഷം അവരിയ്ക്കും എല്ലാ കാര്യത്തിലും. അപ്പൊ അവർക്ക് ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ലല്ല, ഇതിലൊന്നും അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഗോകുലം ഗോപാലനാണോ ഇതെല്ലാം തീരുമാനിക്കുന്നത്? ഗോകുലം ഗോപാലൻ ലാസ്റ്റിൽ വന്നല്ലേ, എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം വന്ന. ഗോകുലം ഗോപാലൻ എനിക്ക് വന്ന ഫിനാൻഷ്യലായിട്ട് മാത്രം വന്ന, അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ടൊന്നുമില്ല. അതിന്റെ ഭാഗം ആദ്യഘട്ടത്തിൽ 2 പ്രൊഡ്യൂസറുണ്ടായിരുന്നു, ആന്റണി ബൃന്ദാവൻ അല്ലെങ്കിൽ ലാൽ, പിന്നെ നമ്മുടെ സുഭാസ്കരൻ ലേഖ പ്രൊഡക്ഷൻസിന്റെ. അപ്പൊ അവര് വന്നിട്ട് ഇവിടെ ഒരാളുടെ മുകളിൽ ഇതിടുന്നതിലാണ്. പക്ഷെ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇക്കാര്യത്തിൽ അല്ല, ഈ പ്രൊമോഷന്റെ കാര്യത്തിലും എല്ലാത്തിലും വാചാലനായിരുന്ന ശ്രീ പൃഥ്വിരാജ് പൊടുന്നതിന് ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ നിസ്സാരമായ ഒരു ആരോപണമല്ല വന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഹൻലാൽ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. എന്നിട്ടും ഈ പൃഥ്വിരാജാണ് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും മൗനത്തിൽ ഒളിക്കുന്നതാണോ ശരി? അത് ക്ലിയർ ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനല്ലേ ഉള്ളത്? അല്ല, അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരൻ വന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതാണോ വേണ്ടത്? അതായത് അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്താനായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും എന്തൊറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്? അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ ഇവിടെ ഇടതുപക്ഷം നൽകുന്നുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവർ നൽകുന്നുണ്ട്. ഉണ്ട്, കേക്ക് അതല്ല പറഞ്ഞത്. ഇടതുപക്ഷം അപ്പുറത്ത് വെക്കുന്ന വലതുപക്ഷത്തൊക്കെ ഇവർക്കൊക്കെ പേടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പക്ഷം പിടിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇവിടെ അങ്ങനെ സിനിമ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു സിനിമ, ഇത് വലിയ റിസ്ക് കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോ വെച്ചാൽ ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കുകയാണ്, ഈ സീനുകൾ ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കൊണറ്റേഷൻസ് അതിനെന്താണെന്നുള്ളത്, അതിന്റെ ഗോദറയായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ബജരംഗായിട്ടുള്ള ബന്ധമോ, ആ ബന്ധമൊക്കെ നമ്മൾ ഒഴിവാക്കിയതെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം ആയിരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. കാരണം പക്ഷെ അത് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോ ആ രീതിയിൽ എന്താണ്, ഇതൊരു റിവെഞ്ച് തീമാണ്. ഒരു പൊളിറ്റിക്കൽ തീമോ ഒരു റിവെഞ്ച് തീമും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റിവെഞ്ചിന് ഒരു കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഗോദറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു തെരഞ്ഞെടുത്തിരിക്കുന്ന വില്ലൻ എന്ന് നരോദ പട്ടേൽ വില്ലനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കോടതി തന്നെ അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും എന്ത് കാരണം കൊണ്ട് തടവിൽ ശിക്ഷിച്ചു എന്നുള്ള ഒരു തീം മുരളി ഗോപി എടുത്തിരിക്കുകയാണ്. ഇതേമാതിരി തന്നെ തീമല്ല ഇതിനു മുമ്പായിട്ട് ടി ദാമോദരൻ എടുത്തിട്ടുള്ളത്. ഇതുമാതിരിയുള്ള തീമല്ല നമ്മുടെ ഷാജി കൈലാസും മറ്റേ കൂട്ടുകെട്ട് വന്നപ്പോ അവരെടുത്തിട്ടുള്ള. അവരെല്ലാം ഈ പൊളിറ്റിക്കൽ തീമിൽ എടുക്കുമ്പോൾ അവർ പൊളിറ്റിക്കലായിട്ട്, ഞാൻ എത്രയോ സിനിമകൾ ഞാൻ പറഞ്ഞുതരാം, ആ സിനിമകളിലൊക്കെ ചിലപ്പോൾ വില്ലന്മാരായിട്ട് നമ്മുടെ ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടീനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സീനുകളൊക്കെ ഉണ്ടായി. ഏത് സിനിമ എന്നുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. രഞ്ജി പണിക്കരാണ് എഴുതിയിട്ടുള്ളത്. അതിന് രഞ്ജിത്ത് എഴുതിയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇതൊരു വലിയ ബൃഹത്തായ ഒരു സിനിമ അങ്ങോട്ട് വന്നപ്പോ മൊത്തം ഇൻഡസ്ട്രി ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ
ഞാൻ പറവൂര് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നോമ്പുകാരാണ്. ഇനി ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ് കയറുന്നതെന്ന് പറയാൻ പറ്റൂല പൂർണ്ണമായിട്ട്. അതായത് നിങ്ങൾ വിശ്വസിക്കൂല, മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഇത്രയധികം കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയില്ല. നമ്മൾ ആനന്ദിക്കുന്നു. നമ്മൾ എന്തിനാനന്ദിക്കുന്നു? മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മലയാള സിനിമക്ക് കുറച്ചും കൂടെ ഓക്സിജന്റെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു പടത്തിന്റെ കോസ്റ്റ് കൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ഈ സിനിമ വരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിടുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഇപ്പൊ മോഹൻലാലിനായിട്ടും മോഹൻലാലിന്റെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും, മിസ്റ്റർ പൃഥ്വിരാജൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും. രണ്ടുപേരും കൂടെ ചാടിക്ക് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ഇപ്പോൾ വാ തുറക്കേണ്ട എന്നാണ് താങ്കളുടെ നിലപാട് അല്ലേ? അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് അല്ലേ? അല്ല അങ്ങനെയല്ല. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മല്ലിക അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു. അപ്പൊ മല്ലികനെ ചീത്ത പറഞ്ഞുകൊണ്ട് മല്ലിക അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ ബന്ധം മനസ്സിലായില്ലേ, ജഗതി മറ്റേ ബന്ധം ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു അമ്മ എന്നൾക്കും ആ മല്ലികയാണല്ലോ ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമില്ല, അവരുടെ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മല്ലികയുടെ അഭിപ്രായം പറഞ്ഞു. മല്ലികയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാതാവ് എന്നോളക്കും നടി എന്നുള്ളവർക്കും അമ്മയുടെ മെമ്പർ എന്നുള്ള ആൾക്കൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിലിപ്പോ അങ്ങനെ കുറ്റപ്പെടുത്തും. അവരുടെ അഭിപ്രായം പൃഥ്വിരാജിന്റെ അഭിപ്രായം തന്നെയാണ്. അല്ലെ പൃഥ്വിരാജ് പറഞ്ഞിട്ട് അമ്മക്ക് തോന്നി പറഞ്ഞാണ് അങ്ങനെ പറയുന്നത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അല്ലല്ല, വലിയ ധൈര്യവാനായ പൃഥ്വിരാജ് ഇപ്പോൾ തൽക്കാലം മാളത്തിൽ ഒളിക്കുകയും പകരം അമ്മ അഭിപ്രായം പറയുകയും ചെയ്താൽ മതി എന്നാണോ താങ്കളുടെയും നിലപാട്? അങ്ങനെയാണോ വേണ്ടത് ഇപ്പോൾ? മഞ്ജുഷി ഇത് ശരി, രണ്ടു മൂന്ന് കൗതുകമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഒന്ന്, ഇന്നത്തോട് ഒരു കാര്യം വ്യക്തമായി, യഥാർത്ഥ ഇല്ലൂമിനാറ്റി മുരളി ഗോപി ആയിരുന്നു. അതായത് ലാലേട്ടൻ ഈ വിഷയം ഉണ്ടായപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ എല്ലാവരോടും സംസാരിച്ചൊരു നിലപാടെടുത്തു. ലാലേട്ടനും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ആ പോസ്റ്റ് ഷെയർ ചെയ്തു. എന്നിട്ട് പോലും മുരളി ഗോപി ഷെയർ ചെയ്തില്ല. അപ്പൊ തമാശക്കാണ് കേട്ടോ, എനിക്ക് മുരളി ഗോപി ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷേ മുരളി ഗോപിയാണ് മാടമ്പള്ളി യഥാർത്ഥ വില്ലത്തിലെ യഥാർത്ഥ ഇല്ലൂമിനാറ്റി നമുക്ക് മനസ്സിലായി. കാര്യം അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ഇനി രണ്ട്, അദ്ദേഹം ആരാണ്? BJP അംഗമായിരുന്ന ഭരത് ഗോപിയുടെ മകനാണ്. 2004 ശ്രീരംപിള്ള സാർ ഉള്ളപ്പോ നമ്മുടെ ഭരത് ഗോപി BJP ചേർന്നതാണ്. ഇനി മല്ലിക സുകുമാരൻ ആരാണ്? BJP താല്പര്യമുള്ള ആളെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ക്യാമ്പയിൻ പോലും ചെയ്ത വ്യക്തിയാണ്. നരേന്ദ്രമോദി പറയുന്ന ആൾക്കാരെ നമുക്ക് ജയിപ്പിക്കണം, എന്നാലേ കേരളത്തിൽ നന്നാവൂ എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ മനോഹാരിത അല്ലെങ്കിൽ ഇന്ത്യയുടെ മനോഹാരിതയല്ലേ അമ്മ BJP, മോൻ BJP വിരുദ്ധ. താങ്കൾ എന്താണ് ഇപ്പോഴും അല്ലല്ലോ മുരളി ഗോപിയാണ് യഥാർത്ഥ വില്ലൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ പോസ്റ്റ് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്. പറഞ്ഞില്ല, ഒന്ന് രണ്ട് വാക്കുകൾ മാറ്റിയാലേ ഫുൾ ഫ്ലേവർ മാറും. ഞാൻ അല്ലല്ല, ഞാൻ മാടമ്പള്ളി ഇല്ലത്തിലെ മനോരോഗി നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞു ഇല്ലൂമിനാറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. മാടമ്പള്ളി ഇല്ലത്തെ ഇല്ലൂമിനാറ്റി എന്ന് ആലങ്കാരികമായി പറഞ്ഞാണ്, വില്ലനെന്നല്ല. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്, അത് ഹിന്ദുത്വ വിരുദ്ധമാണ്. ഹിന്ദു വിരുദ്ധമല്ല, ഹിന്ദുത്വ വിരുദ്ധമാണ്. അതായത് BJP RSS മുമ്പോട്ട് വെക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരെയാണ് ടിയാൻ എന്ന സിനിമ. ശരിക്കും ടിയാൻ എന്ന സിനിമയാണ് തിരക്കഥാവായി സെമ്പുരാനെക്കാട്ടി മേളിൽ നിൽക്കുന്നത്. ആ ടിയാൻ എന്ന സിനിമ പരിപൂർണമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സിനിമയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തോൽപ്പിക്കുന്നതാണ് ടിയാൻ എന്ന സിനിമയുടെ കണ്ടിരിക്കേണ്ട സിനിമയാണ്, ഗംഭീര സിനിമയാണ്. അപ്പൊ ഇവർക്കെല്ലാം ഒരു രാഷ്ട്രീയ ലൈനില്ലേ? അതിനെ ഒരു സ്നേഹത്തിന്റെയും സമാജത്തിന്റെയും പാതയിൽ കൊണ്ടുപോകാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇവരാരെങ്കിലും പരസ്പര വിരോധികളാണോ? വിവേക് ഓബ്റോയ് പറഞ്ഞത് ഓർക്കണം. വിവേക് ഓബ്റോയ് പറഞ്ഞത് നാഷണൽ എക്സ്പോഷറുള്ള നടനാണ്, കേരളത്തിന്റെ കമലഹാസനാണ് പൃഥ്വിരാജ് എന്നാണ്. പൃഥ്വിരാജിനെ പോലുള്ള കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അസറ്റാണ്. എന്നാൽ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ നിലപാടിനും അതെടുക്കാം. ഇപ്പൊ ലക്ഷദ്വീപിനെ കുറിച്ച് അദ്ദേഹം ഒരു നിലപാടെടുത്തു. യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് നിലപാടെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ അത് ചർച്ചയും മറ്റുമായത്. അതിനോട് എതിർപ്പ് കാണാം. അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു വിഷയത്തോട് നിലപാടെടുക്കുമ്പോൾ എതിർപ്പാണ്. ഓർക്കുക, ശബരിമല പ്രക്ഷോഭത്തിനെ വളരെ കുറച്ച് കേരളത്തിലെ അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിന്റെ നിലപാടാണ് ഈ സിനിമയിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് മോഹൻലാലിന് ഇങ്ങനെ ഖേദപ്രകടനം നടത്തേണ്ടി വന്നത്. അങ്ങനെയല്ല, മോഹൻലാൽ മറ്റൊരു ആംഗിൾ കൂടി ഉണ്ടല്ലോ. മോഹൻലാൽ ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന്, അദ്ദേഹം അജ്ഞനായിരുന്നു ഇതേക്കുറിച്ച് എന്നുള്ള ഒരു പ്രചാരണം കൂടി ഉണ്ടല്ലോ മേജർ രവി പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മൾ ലാലേട്ടൻ പറഞ്ഞതിനപ്പുറം നോക്കണ്ടല്ലോ. ഈ വിഷയം വരുമ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ എന്താ മേജർ രവി സാറിന് എന്താ വിഷമമായത്? ലാലേട്ടൻ അടുത്ത സുഹൃത്താണ്, ലാലേട്ടന്റെ ലഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ ആൾക്കാർ വന്നപ്പോൾ മേജർ രവി സാറ് ലാലേട്ടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാടെടുത്തു. മല്ലിക സുകുമാരൻ ചേച്ചിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു വിഷമമായി. അവരുടെ മോനെ അവർ പ്രൊട്ടക്ട് ചെയ്യൂലേ? അവർ പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയല്ലല്ലോ, പൃഥ്വിരാജ് അവരുടെ മോനാണ്. അതായത് മല്ലിക സുകുമാരനും ഒക്കെ നമ്മൾ പൃഥ്വിരാജ് ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പേ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കേരളത്തിൽ പ്രശസ്തരായ ആൾക്കാരാണ്. അപ്പൊ മല്ലിക സുകുമാരൻ തന്റെ വ്യക്തിത്വവും ഇൻഡിവിജ്വാലിറ്റിയും വെച്ച് അവരൊരു നിലപാടെടുത്തു.
എടുത്തു? പൃഥ്വിരാജ് BJP കാരനായിട്ടാണോ? പൃഥ്വിരാജിനോട് ചോദിച്ചിട്ടാണോ നരേന്ദ്രമോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ മല്ലിക സുഹാനം പോയത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷന് പോയത്? അവിടെയാണ് ഇതിനെ പോസിറ്റീവായി കണ്ടുകൂടെ? ഇനി രണ്ട് പൃഥ്വിരാജിന് മറ്റേ ഐസിസ് ബന്ധം എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണ്? ചുമ്മാ പറയുന്നതല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിജിയിലെ ഭരിക്കുന്നത്. അങ്ങനെ ഐസിസ് ബന്ധം കേരളത്തിലെ പ്രമുഖ നടൻ ഉണ്ടായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കഴിവുകളല്ലേ? അപ്പൊ ചുമ്മാ പറയരുത്. ഒരു മയവും മര്യാദയും നമ്മൾ എല്ലാവരോടും കാണിക്കണം. ഇപ്പൊ നേരത്തെ എമ്പുരാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വീണ്ടും കാണുകയും ചെയ്യും. പക്ഷേ 2 ജില്ലകൾ അതിൽ ബോംബിട്ട്, അതായത് പ്രത്യേകിച്ച് ഡാം ബോംബിട്ട് തകർക്കൂ എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ സ്ട്രെച്ച്ഡ് ആണ്. ഇതിലൊരു ബാലൻസിങ് മിഡിൽ ഗ്രൗണ്ട് ഇല്ലേ? ഇപ്പൊ സുരേന്ദ്രൻജിയെ കുറിച്ച് 1-2 അതല്ല, അതില്ലാത്തതുകൊണ്ടാണ് മോഹൻലാലിന് അങ്ങനെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത് ശ്രീ രാഹുൽ ഈശ്വർ. അതുകൊണ്ടാണല്ലോ കട്ടുകൾ വേണ്ടി വന്നത്. ശ്രീ പണിക്കർ ഇവിടെ സംസാരിച്ച ഫസൽ ഗഫൂർ ആകട്ടെ, രാഹുൽ ഈശ്വർ ആകട്ടെ, പൃഥ്വിരാജ് അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ തുറന്നു പറയേണ്ട ആവശ്യം അതിലേക്ക് അവർ പോകുന്നില്ല. അല്ല, നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവഞ്ച്വലി നമ്മൾ എങ്ങനെയൊക്കെ പൊതിയാൻ ശ്രമിച്ചാലും സിനിമ എന്നത് സംവിധായകന്റെ ആവിഷ്കാരമാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടുമില്ല. നിർമ്മാതാവ് എന്ന് പറയുന്നത് ശരിയാണ്, അദ്ദേഹമാണ് പടം മുടക്കുന്നത്. പക്ഷെ ആര് പറയുന്നതിനനുസരിച്ചിട്ടാണ് പടം മുടക്കുന്നത്? സംവിധായകൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എൻഡ് ടു എൻഡ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ആ സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. ഇപ്പം ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇതേപോലെ ഒരു വിവാദം ഉണ്ടായിരുന്നു. ഒരു ഭാഗം നീക്കം ചെയ്യണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു വിവാദം. ആ വിവാദത്തിൽ ആദ്യം ആക്ട് ചെയ്തില്ല, നീക്കം ചെയ്യാൻ ഉള്ള മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവസാനം ഖേദപ്രകടനം നടത്തുകയും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രസമ്മേളനത്തിൽ കൂടി ഞങ്ങൾ വീണ്ടും ഖേദിക്കുന്നു എന്ന് പറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തതിന് ശേഷം ആ നായക നടനായിട്ടുള്ള പൃഥ്വിരാജ് പറഞ്ഞിരുന്ന ഡയലോഗ് ആ സിനിമയുടെ ഇനിയുള്ള പ്രദർശനത്തിൽ അത് മ്യൂട്ട് ചെയ്യും, അത് സെൻസർ ബോർഡിന് വീണ്ടും ഞങ്ങളത് എഡിറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കും. ആ അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ അത് ലഭിക്കുന്നത് ആ രാത്രി മുതലുള്ള ഷോയ്ക്ക് ഞങ്ങൾ പുതിയ വേർഷനാണ് കാണിക്കുക. അതേപോലെ തന്നെ ഓവർസീസിലേക്ക് ഞങ്ങളല്ല അതിൻ്റെ കൺട്രോള്, പക്ഷേ ഞങ്ങൾ അതിൻ്റെ കോപ്പി അവിടേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത് ആരൊക്കെയാണെന്ന് ഇതിലുൾപ്പെടുന്ന ഈ ചർച്ചയിൽ ഉൾപ്പെടുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന ആരൊക്കെയാണെന്ന്? 1, സംവിധായകൻ ഷാജി കൈലാസ്. 2, ആ സിനിമയിലെ നായകനായിട്ടുള്ള പൃഥ്വിരാജ്. 3, ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ജിനു എബ്രഹാം. 4, അതിൻ്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ 4 പേരായിരുന്നു ആ പത്രസമ്മേളനത്തിൽ. എന്ന് വെച്ചാൽ ഈ 4 പേരാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. നായക നടൻ ശ്രീ പൃഥ്വിരാജാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലാണോ എന്ന് എനിക്കറിയില്ല. പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, അവരും അതിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫനോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ FRONT ആണോ FRIND ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അവർ ഖേദം പ്രകടിപ്പിച്ചു. ആര് ഖേദം പ്രകടിപ്പിച്ചു? നായക നടനായിട്ടുള്ള പൃഥ്വിരാജ് ഖേദം പ്രകടിപ്പിച്ചു, സംവിധായകനായിട്ടുള്ള ഷാജി കൈലാസ് ഖേദം പ്രകടിപ്പിച്ചു. എന്നിട്ടോ ഖേദപ്രകടനം മാത്രം മതിയാവില്ല എന്ന ആവശ്യമുണ്ടായപ്പോൾ അവസാനം പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4-5 പേര് പങ്കെടുത്ത് അവിടെ വെച്ചിട്ട് അവർ വീണ്ടും ഖേദം പ്രകടിപ്പിക്കുകയും ഞാൻ ഈ പറഞ്ഞ വിശദീകരണം പറയുകയും ചെയ്തു. സംവിധായകന് റോളില്ലേ? നായകൻ നടന് റോളില്ലേ? നായക നടൻ ഫേസ്ബുക്കിൽ ഇത് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനെ ഷെയർ ചെയ്യുന്നതോടുകൂടി സംവിധായകൻ്റെ ഉത്തരവാദിത്വം തീർന്നോ? അപ്പോൾ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന സംഭവം നടന്നിട്ട് 2-2.5 കൊല്ലമേ ആവത്തുള്ളൂ. 2022 പടമാണ് കടുവ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ വിമർശന വിധേയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എന്നാൽ പിന്നെ നായക നടനായിട്ടുള്ള പൃഥ്വിരാജ് പോയി അങ്ങ് പത്രസമ്മേളനം നടത്തിയാൽ മതി എന്നാണ് ഷാജി കൈലാസ് എന്താ പറയുന്നത്? ഷാജി കൈലാസിൻ്റെ പടമാണ്, എഴുതിയിരിക്കുന്ന ആളിന്, ആ ഡയലോഗ് എഴുതിയിരിക്കുന്ന ആളിന് ഉത്തരവാദിത്വമുണ്ട്. എന്താ? ഭിന്നശേഷി കുട്ടികൾ ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. ഈ മോശമായിട്ടുള്ള ഡയലോഗല്ലേ? അപ്പോൾ ആ എഴുതിയിരിക്കുന്ന ആളിന് ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ ഇതൊരു സിനിമയിൽ ഒരു കട്ട് വരുന്നുണ്ട് എങ്കിൽ ആ കട്ട്സിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ സീൻ എഴുതിയിരിക്കുന്ന അതിൻ്റെ എഴുത്തുകാരൻ, നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീ മുരളി ഗോപി, അദ്ദേഹമാണ് അതിൻ്റെ ഡയലോഗ് കൈകാര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ മേക്കിങ്ങിൽ വന്നിരിക്കുന്ന സംവിധായകൻ അതിന് ഉത്തരവാദിത്തമുണ്ട്. ബാക്കിയെല്ലാം അവിടുത്തെ ഈ റോൾ പ്ലേക്ക് വന്നിരിക്കുന്ന ആക്ടേഴ്സാണ്. പക്ഷേ ഹൂ ഡിസൈഡ്സ്? ശരിയാണ്. ഇവിടെ പക്ഷേ ഉത്തരവാദിത്വം മുഴുവൻ നായക നടനിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ശ്രീ സംഗീത്, അത് കറക്റ്റ് പോയിന്റ് ആണല്ലോ ശ്രീത്ത് പറഞ്ഞത്. കാരണം എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഇത് തീരുമാനിച്ചത്. അങ്ങനെ മോഹൻലാൽ ഇതിൽ പരസ്യമായിട്ടൊരു ഖേദപ്രകടനം നടത്തി, അണിയറ പ്രവർത്തകർ എന്ന വാക്ക് അതിനോട് ചേർത്ത് വെച്ചു എന്ന് വെച്ച് പൊതുസമൂഹത്തിന് അത് ബോധ്യമാവുകയില്ലോ. നിങ്ങൾ ഖിന്നരാണ്, നിങ്ങൾക്ക് വിഷമമുണ്ട് മോഹൻലാലിനെ കൊണ്ട് മാത്രമായി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടിയിച്ചതിൽ. നിങ്ങൾക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും സംഗീത്. അല്ല, അങ്ങനെ അതിനു മുമ്പായിട്ട് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഈ മഞ്ജുഷേട്ടൻ നേരത്തെ പറഞ്ഞ അതായത് പൃഥ്വിരാജിന് എതിരെ എല്ലാവരും തിരിഞ്ഞ് പൃഥ്വിരാജ് ഒറ്റപ്പെട്ടു പോയി. പക്ഷേ ശരിക്കും ഇന്നലെ മുതൽ കാണാൻ സാധിച്ചൊരു കാര്യം, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം ലാലേട്ടന് എതിരാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു, ലാലേട്ടന് വേണ്ടി മേജർ രവി സംസാരിച്ചു എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, മേജർ രവി ലാലേട്ടന് വേണ്ടി സംസാരിക്കാൻ ഒരിക്കലും മേജർ രവി
ലാലേട്ടൻ മേജർ രവി അല്ല ലാലേട്ടന് വേണ്ടി സംസാരിക്കേണ്ട മേജർ രവിയാണോ ലാലേട്ടന് വേണ്ടി സംസാരിക്കേണ്ടത്? മേജർ രവി ഇന്നലെ പറഞ്ഞ കാര്യം ലാലേട്ടൻ സെൻസർ പ്രീവ്യൂ ഷോ നടത്തിയപ്പോഴത്തേക്കും ലാലേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ലാലേട്ടൻ പ്രീവ്യൂ ഷോ കണ്ടിട്ടില്ല. ഇനി ലാലേട്ടൻ എല്ലാ സിനിമകളിലും പ്രീവ്യൂ ഷോ കണ്ടിട്ടേ ലാലേട്ടൻ ഇനി എല്ലാ സിനിമകളിലും ഈ എല്ലാ സിനിമകളും ഇനി പ്രീവ്യൂ ഷോ കണ്ട ശേഷം മാത്രമേ ലാലേട്ടൻ സിനിമ റിലീസ് ചെയ്യൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു മേജർ രവിക്ക് പറയാൻ സാധിക്കുന്നത്? മേജർ രവിക്ക് എങ്ങനെ അത് പറയാനുള്ള അവകാശമുണ്ട്? അതുപോലെ ലാലേട്ടനെ പോലെ ഒരു അത്രമാത്രം, അതായത് ഇന്ന് കേരളത്തിൽ ലാലേട്ടൻ എന്ന് തോന്നുന്നൊരു സെൻസിറ്റീവ് കണ്ടന്റാണ്. ആ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് കണ്ടന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ മേജർ രവിയെ പോലുള്ള സുഹൃത്ത് വലയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേജർ രവിയുടെ ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിന് ഇന്നലെ വരെ ഇല്ല. ഇപ്പോൾ മോഹൻലാലിനെ അനുകൂലിച്ച ആളുകൾ പോലും, അതായത് എമ്പുരാന്റെ കണ്ടന്റിന്റെ ബേസിൽ മോഹൻലാലിനെ അനുകൂലിച്ച ആളുകൾ പോലും ഇപ്പോൾ എതിര് നിന്നുകൊണ്ട് മോഹൻലാലിനെ ചീത്ത വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഖേദപ്രകടനം അതിന് കാരണമായിട്ടില്ലേ? അതിന് ഖേദപ്രകടനം, അങ്ങനെ ഖേദപ്രകടനം നടത്തിയതിനെ അനുകൂലിക്കാത്തവരാണല്ലോ ഈ ചീത്ത വിളിക്കുന്നത്. അതേ ടീം തന്നെ പൃഥ്വിരാജിനെ അനുകൂലിക്കുകയാണ്, ജയ് വിളിക്കുകയാണ്. അങ്ങനെയല്ല, അതായത് ഇപ്പോൾ ഈ ഖേദപ്രകടനത്തിന് പറയാൻ കാരണം മേജർ രവി അതിൻ്റെ ഒരു ദിവസം മുമ്പ് വന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അടുത്ത ദിവസം വന്ന് മാപ്പ് പറയും, അല്ലെങ്കിൽ ലാലേട്ടൻ ഇനി മുതൽ പ്രീവ്യൂ ഷോ കണ്ട ശേഷം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ മാപ്പ് പറഞ്ഞ് മാപ്പായിട്ടല്ലല്ലോ പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞത് തികച്ചും പക്വതപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ പല രാഷ്ട്രീയ ഈ ഫാൻസ് അസോസിയേഷനിൽ ഉൾപ്പെടെ ഈ ഫാൻസ് അസോസിയേഷനിൽ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഭാഗമായിട്ട് രാപ്പകൽ അധ്വാനിച്ച പല സംഘടനകളിലുള്ള ആൾക്കാരുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. ഈ പറയുന്ന രാഷ്ട്രീയമോ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇന്ന് ഈ സമയം വരെ നമ്മുടെ ആരും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത്. ഇന്ന് ഈ സിനിമ കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന സിനിമ തുടരുകയാണ്. അപ്പോൾ അതിനും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ മേജർ രവിയെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത് ശരിക്കും ശരിയായില്ല എന്ന് മാത്രമല്ല, ലാലേട്ടൻ ഈ അഡ്രസ്സ് ചെയ്ത ഫാൻസിൻ്റെ എല്ലാ സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് മേജർ രവി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് മല്ലിക സുകുമാരനും ഇന്ന് സംസാരിച്ചത്. പക്ഷേ അവർ സംസാരിച്ച് വന്ന് അവസാനം പോയിന്റ് ഒക്കെ ആകുമ്പോഴേക്കും കുറ്റപ്പെടുത്തൽ വരുന്നത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഒന്നും മോഹൻലാലിനെതിരെ ഒന്നും ഒരിക്കലും അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ ഇന്ന് രാവിലെ സംസാരിച്ചാൽ ഒരിക്കലും ലാലേട്ടനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ, അതായത് ഈ ലാലേട്ടൻ്റെ ഖേദപ്രകടനം എല്ലാ സംഘടന ഫാൻസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നാലും എല്ലാ ലാലേട്ടൻ ആരാധകരെ എന്നാണ് ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള മാത്രമുള്ള ഒരു പ്രതികരണമാണ്, ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അത് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ലാലേട്ടൻ്റെ ഒപ്പം തന്നെയുണ്ട്. അല്ലാതെ ഇവിടെ മഞ്ജിത്ത് പറഞ്ഞ കാര്യം പൃഥ്വിരാജ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നാണ്, അത് മതിയെന്നാണോ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പൃഥ്വിരാജ് എന്ത് പൃഥ്വിരാജ് പ്രതികരിക്കാതിരിക്കുക, അത് പൃഥ്വിരാജാണ് ചെയ്യേണ്ടത്. അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല. അപ്പോൾ അല്ലെങ്കിൽ അത് പൃഥ്വിരാജ് ഫാൻസിൻ്റെ ആളായ ശ്രീ മഞ്ജിത്താണ് അതിന് മറുപടി പറയേണ്ടത്. ഇതിപ്പം ഇവിടെ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ടോപ്പിക്കിനാണ് ഞാൻ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടത്. പൃഥ്വിരാജ് എന്ത് പറയേണ്ടതെന്നുള്ളതെന്ന് ഒരിക്കലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ കടുവയിൽ ഉണ്ടായ ആ വിവാദമാണ്, കടുവ സിനിമയിൽ. അത് പിന്നീട് സിനിമയിൽ മ്യൂട്ട് ചെയ്യുകയും ഉണ്ടായി. അത് ഇവരെല്ലാവരും ഒന്നിച്ചിരുന്നാണ്, അണിയറ പ്രവർത്തകർ ഒന്നിച്ചിരുന്നു, സംവിധായകനും തിരക്കഥാകൃത്തും നടനും എല്ലാം ഒന്നിച്ചിരുന്നാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മോഹൻലാലിലേക്ക് മാത്രമായിട്ട് കെട്ടിവെക്കുന്നു. ഇല്ല, ഇതിൽ ലാലേട്ട ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് അണിയറ പ്രവർത്തകരെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അണിയറ പ്രവർത്തകർ കൂടിയിരുന്ന്, അത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡയറക്ടർ അറിയാതെ സീൻ കട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ സീൻ വെട്ടിക്കളയുമെന്നോ അല്ലെങ്കിൽ ഇത്ര സീൻ മാറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സിനിമയെ പറ്റി അറിയാമെന്നുള്ള ഒരു സാമാന്യ അറിവുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ലാലേട്ടൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ അണിയറ പ്രവർത്തകരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഇനി പൃഥ്വിരാജിന് വേറെ എന്തെങ്കിലും അതിന്റെ പ്രത്യേകം പറയാനുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് ഒന്ന് പറയുക. മഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ സമയത്ത് പറയും. മഞ്ജിത്ത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം, ഈ അവനവനെ കൊള്ളുന്ന കാര്യത്തിന് പൃഥ്വിരാജിന്റെ പ്രതികരണം അത് വൈകിയേ ഉണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകാറില്ല. ഇവിടെ കടുവ സിനിമയുടെ കാര്യം അദ്ദേഹം ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു നിലപാടെടുത്തയാൾ ഇവിടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന്. ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ കടുവ സിനിമയുടെ പ്രസ് മീറ്റ് നടന്നത് ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബിലാണ്. ആ പ്രസ് ക്ലബ്ബിൽ ആ പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. എനിക്ക് നല്ല കണ്ടു. അപ്പോൾ പുള്ളി ചോദിച്ചാണ്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആ പ്രസ് മീറ്റിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ ആ വിഷയം എന്താണെന്നുള്ളത് സംവിധായകനും പ്രൊഡ്യൂസറിനും അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആക്ടറിനും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരത് തീരുമാനം എടുത്തത്.
പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് ഇതേ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലും വളരെ മോശമായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുന്ന രീതിയിലും അല്ലേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു കാര്യം ചോദിച്ചതാണ്, പിന്നെ ടിയാൻ സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വേറൊരു സിനിമ ഉണ്ടല്ലോ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ, അതിലൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള സ്ക്രിപ്റ്റുകൾ ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലുള്ള ഒരു വിഷയമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എമ്പുരാൻ മാർച്ച് 27 റിലീസായതിനു ശേഷം ഉണ്ടായ ഒരു സിനിമയല്ലല്ലോ. വർഷങ്ങളോളം തന്നെ അതിന്റെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി ചേട്ടനാണെങ്കിലും മോഹൻലാൽ ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തതിന് ശേഷമല്ലേ ആ സിനിമയുടെ ഷോട്ടുകൾ എടുക്കുന്നത്. അതിലെടുത്തിരിക്കുന്ന ഓരോ ഷോട്ടുകളും അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവർക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടല്ലേ അവരത് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് അറിഞ്ഞൂടാ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ലാലേട്ടൻ ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരെ ബഹുമാനിക്കുന്നതും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, അതായത് മലയാളത്തിന്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു അംബാസഡറാണ് ലാലേട്ടൻ. നമുക്ക് എല്ലാവർക്കും ലാലേട്ടനെ ഇഷ്ടമാണ്. എല്ലാവർക്കും മമ്മൂട്ടി ലാലേട്ടൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനും ലാലേട്ടന്റെ ഒരു വലിയ ആരാധകനാണ്, പൃഥ്വിരാജിന്റെ വലിയൊരു ആരാധകനാണ്, മമ്മൂട്ടീനെ വലിയൊരു ആരാധകനാണ്. പക്ഷെ ഇത് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും, എല്ലാ സുഹൃത്തുക്കളും. പക്ഷേ ഒരു നടനെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ആ സിനിമ ചെയ്ത ഒരു നടനായിട്ടുള്ള ഒരു സംവിധായകനെ അല്ലെങ്കിൽ അതിന്റെ റൈറ്ററെ വളരെ രീതിയിൽ മോശമാക്കുന്ന രീതിയിൽ ഈ ചിത്രീകരിക്കുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് യോജിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ നേരത്തെ കണ്ട എല്ലാ സിനിമകളും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണെങ്കിലും ടിയാൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ കടുവയാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് സിനിമകളാണെങ്കിലും എല്ലാ സിനിമകളെയും നമ്മൾ സിനിമ ആസ്വദിക്കുന്ന പ്രേക്ഷകർ സിനിമയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സിനിമയിലൂടെ വ്യക്തികളെ വന്ന് ആക്ഷേപിക്കുക, അവരെ വീട്ടിലിരിക്കുന്നവരെ ആക്ഷേപിക്കുക, അമ്മയെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ കുട്ടീനെ ആക്ഷേപിക്കുക, ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പക്ഷേ ഇവിടെ ഈ മോഹൻലാൽ നൽകിയ വിശദീകരണം തന്നെ മോഹൻലാൽ നൽകിയ വിശദീകരണം തന്റെ സിനിമ ഒരിക്കലും സമൂഹത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിൽ ആകരുത് എന്ന് തനിക്ക് നിർബന്ധമുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ തിരുത്തൽ വരുത്താൻ അദ്ദേഹം തയ്യാറായത്. അപ്പോൾ ഉയർന്നിരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ കണ്ടന്റ് മോഹൻലാൽ അറിഞ്ഞിരുന്നില്ലേ എന്ന്. ഈ ഗുജറാത്ത് കലാപം ഇതിലൊരു വിഷയമാണ് എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞില്ലേ? ഈ സിനിമ പൂർണ്ണമായും അദ്ദേഹം കണ്ടില്ലേ എന്നുള്ള കാര്യം, അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അത് മോഹൻലാലിൽ നിന്നും മറുപടി കിട്ടിയിട്ടില്ല. പൃഥ്വിരാജ് ആകട്ടെ മൗനത്തിലുമാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അല്ല, നേരത്തെ സംഗീത് പറഞ്ഞൊരു കാര്യമുണ്ട്, മേജർ രവിയെ കുറിച്ചിട്ടൊരു കാര്യം. മേജർ രവി എന്ന് പറയുന്നത് പിക്കറ്റ് 43 എന്ന് പറയുന്ന സിനിമ ചെയ്ത് അതിന്റെ സബ്ജക്ട് എന്താണ്? ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് എല്ലാവരും ഈ പറയുന്ന ആൾക്കാർക്കുള്ള അഭിപ്രായം എന്താണ്? ഇന്ന് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്നിട്ട് ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് പിന്നെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞതും കുറെ കഴിഞ്ഞ് ലൈവിൽ വന്ന് ഓന്തിന്റെ സ്വഭാവം പോലെ സംസാരിക്കുന്നതാണ് ഇത് കണക്ക് അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന വിക്കറ്റ് 43 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അയാൾ പറഞ്ഞിരിക്കുന്ന സന്ദേശം എന്താണ്? അത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരുടെ ഉള്ള സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ രാജ്യസ്നേഹത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ സൗഹൃദത്തെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതല്ലാതെ ചിന്തിച്ചാൽ തന്നെ ഇപ്പോൾ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രമേയമാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു മോഹൻലാൽ പറയുമ്പോൾ. അല്ല, മേജർ രവിക്ക് അങ്ങനെ പറയാനുള്ള അർഹത ശരിയാണ്. മേജർ രവിമാർ പറയുന്ന പോലെ അല്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി. അല്ല, ഇതിൽ വിദ്വേഷം ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് മോഹൻലാൽ പറയുമ്പോൾ ഇത് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമല്ലോ. അതാണ് ചോദിക്കുന്നത്. അദ്ദേഹം സിനിമ കണ്ടില്ലേ എന്ന്. അതിനുള്ള ഉത്തരവും നൽകേണ്ടതല്ലേ? ഉത്തരം നൽകിയിട്ടില്ല. അല്ല, മേജർ രവിയെ കുറിച്ചിട്ട് പറയാനുള്ള കാരണം അദ്ദേഹം ഒരു സംവിധായകനായതുകൊണ്ടാണ് പറയുന്നത്. അയാള് വേറെ പാർട്ടിയുടെ പോസ്റ്റ് ഇരിക്കുന്നുണ്ടല്ല, അയാൾ സിനിമാക്കാരനാണ്. സിനിമയിലൂടെയാണ് മേജർ രവിയെ പോലുള്ള വ്യക്തിനെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത്. അല്ലാതെ അതിനുശേഷമാണ് അദ്ദേഹം മേജർ ആണെന്നുള്ളതോ അല്ലെങ്കിൽ അതിനുശേഷമാണ് അയാൾ പാർട്ടിയുടെ പോസ്റ്റ് ഇരിക്കുന്നതൊക്കെ നമ്മൾ. അപ്പൊ ഒരു സിനിമാക്കാരൻ വന്ന് മറ്റൊരു സിനിമയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് കുറ്റം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മോഹൻലാൽ ഫാൻസിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ. അവരെവിടെയെങ്കിലും അവര് പറഞ്ഞിട്ടുണ്ടല്ലോ മേജർ രവിനെയാണ് ഈ കാര്യങ്ങൾ, മോഹൻലാലിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ. മോഹൻലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ബ്രാൻഡാണ്.
അദ്ദേഹത്തിന്റെ ആരാധന കൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള വ്യക്തി ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടും അത് മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് പോലുള്ള ഒരു നടന് വേണ്ടിയിട്ട് 1 വർഷം കഷ്ടപ്പെട്ട് ആ സിനിമ പൂർത്തീകരിച്ചിന്ന് തിയേറ്ററിൽ എത്തിച്ചത്. അദ്ദേഹത്തിനോടുള്ള ഇഷ്ടമാണ്. അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടാണ് മുരളി ഗോപി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയത്. മോഹൻലാൽ എന്ന് പറയുന്നത് ബ്രാൻഡിന് അദ്ദേഹത്തിന് കാരണമാണ് ഇന്ന് ഈ പറയുന്ന സിനിമ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ 1 കളക്ഷൻ റെക്കോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് മലയാള സിനിമയിലും മമ്മൂട്ടിയായാലും മോഹൻലാലുകൾ ആണെങ്കിലാണ് ഈ പറയുന്ന ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ചരിത്രങ്ങൾ അവരുടെ പേരിൽ തന്നെയാണ് വർഷങ്ങളോളം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും മോഹൻലാലിനെയും മമ്മൂട്ടിനെ ആണെങ്കിലും എല്ലാവരെയും നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു വ്യക്തിയെ, ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഒരുപാട് സിനിമകൾ മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ എഫർട്ട് വർഷങ്ങളോളം എടുത്ത് ഏകദേശം എത്രത്തോളം ആൾക്കാർ, ലൈറ്റ് ബോയ് മുതൽ അല്ലെങ്കിൽ ക്യാമറ ടെക്നീഷ്യൻസ് മുതൽ ഈ പറയുന്ന ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആ സിനിമയെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഓരോ രീതിയിലും ഇങ്ങനെ ആക്ഷേപിക്കുന്നതിന് നമുക്ക് ശരി. ശ്രീ ഫസൽ ഗഫൂർ, അങ്ങനെയാണെങ്കിൽ ആ കണ്ടന്റിൽ ഉറച്ചു നിൽക്കുവാൻ എന്തുകൊണ്ട് ഈ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല? അല്ലെ, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് വൈകിയാണെങ്കിലും അണിയറ പ്രവർത്തകർ മനസ്സിലാക്കി എന്നല്ലേ മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആദ്യം തന്നെ മഞ്ജുഷ, നമ്മൾക്കത് കുറച്ച് പ്രിമച്യൂർ ആയിട്ടാണ് ഡിസ്കഷൻ. ഇത് എന്തൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല. ഏതൊക്കെ ഡയലോഗുകൾ ഒഴിവാക്കി നമുക്ക് കുറെ സീനുകൾ തീരെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് കാവി കൊടി ഉള്ള പതാക വേണ്ടിയിട്ടുള്ള പ്രവർത്തകര്, അവര് മറ്റേ കോൺഗ്രസിന്റെ പ്രവർത്തകരെന്ന് തോന്നുന്ന ഈ ഗ്രൂപ്പായിട്ട് ടോവിനോയുടെ നേതൃത്വത്തിൽ കൂട്ടുമന്ത്രിസഭ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ തീർച്ചയായിട്ടും ഈ പടത്തിന് 2 ആംഗിൾ ഉണ്ട്. ഒന്ന് അധോലോകത്തിന്റെ ആംഗിൾ ഉണ്ട്, ഒന്ന് രാഷ്ട്രീയ ആംഗിൾ ഉണ്ട്. ആ രാഷ്ട്രീയ ആംഗിളിൽ ചിലപ്പോ മുരളി ഗോപിയും പൃഥ്വിരാജും മോഹൻലാലിന്റെ എന്ന അറിവുകൾ തന്നെ ആയിരിക്കും. അതിനൊരു ആന്റി BJP സ്ലാൻഡ് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൽ അവരെന്തിനാ BJPക്കാർ എന്തിനാണ് അതിന് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടാവുക കളിയാക്കുകയാലും മറ്റു തരത്തിൽ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെയല്ലേ. എത്രയോ പടങ്ങൾ ഞാൻ മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസൻ തൊട്ടിട്ട് താഴത്തോട്ട് IV ശശിയുടെ ഒക്കെ പടങ്ങൾ കൊന്ന് കൈ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിനൊക്കെ, കരുണാകരനൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതോ ഒരു വർഗീയ ലഹളയിൽ കോടതിയിൽ ശിക്ഷിച്ച് ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയെ വില്ലനായിട്ട് ചിത്രീകരിക്കുമ്പോൾ മനസ്സിലായ അതിൽ ഉറപ്പാണ്. എനിക്ക് 2 കാര്യം കൂടെ പറയാം. അത് കാണിച്ചാൽ രാഹുൽ ഈശ്വറിനത് ഖണ്ഡിക്കാം. നമ്പർ 1, ഒന്ന് അതിൽ ഒരിക്കലും നരേന്ദ്രമോദിയെ പരാമർശിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പടത്തിന് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ വീടും അന്തർവാക്കവും വിളിക്കുന്നുള്ളൂ. 2ാമത്തെ കാര്യം, ഓർഗനൈസറിൽ ലംഘനങ്ങൾ വരുന്നു. അല്ലാതെ RSSO ഭാരതീയ ജനതാ പാർട്ടിയോ അതിന്റെ ഒരു സ്റ്റാൻസ് ഇതിൽ പറയുന്നത് എന്താ? സ്റ്റാൻസ് പറഞ്ഞാൽ നാളെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉദന്തങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഒരു സിനിമയിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ മനസ്സിലായില്ലേ? കാരണം അതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നാളെ TP ഗോപാലകൃഷ്ണൻ TPയുടെ ഇതിനെ പറ്റിയിട്ട് ഒരു സിനിമ എടുത്തെന്ന് വിചാരിച്ചോ. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറയാൻ പോകുന്നത്? അവര് ഞങ്ങളൊന്നും അങ്ങനെ പറ്റിയത് വേറെ ആരെങ്കിലും പറ്റി തീർന്നില്ല. അപ്പൊ എന്താ സിനിമ ബാക്ക്ഗ്രൗണ്ട് തീർന്നു. ഒരു എക്സാമ്പിൾ പറയണം. മനസ്സിലായി? ഒരുപാട് TP 51 വിട്ട് സിനിമ ഇവിടെ എതിർത്തിട്ടുണ്ടല്ലോ. ഇവിടെ അല്ലെ, എല്ലാവരും അവരവരെ ബാധിക്കുന്ന രീതിയിലാണ് കണ്ടന്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവിടെ ആരും സിനിമയായിട്ട് കാണുന്നൊന്നുമില്ല. അല്ല, കേക്ക് എന്നിട്ട് അവര് ബഹളം കൂട്ടിയിട്ട് ആ സിനിമ കട്ട് ചെയ്യിച്ചു. അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ തെറ്റിപ്പോയാ. ആ സിനിമ കട്ട് ചെയ്തു. സിനിമയുടെ സംവിധായകൻ പറഞ്ഞത് അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു, തിയേറ്ററിൽ കളിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാണ്. അല്ല, തിയേറ്ററിൽ കളിപ്പിക്കാൻ സമ്മതിച്ചത് എന്റെ ഓർമ്മയിൽ അങ്ങനെ ആരും കളിപ്പിക്കാൻ സമ്മതിച്ചിരുന്നിട്ടൊന്നുമില്ല. അപ്പോ ഒരുപാട് ഇഷ്യൂസ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കേരള ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിന് നമുക്കറിയാലോ. നമ്മുടെ കേരള സ്റ്റോറി എന്ന പടത്തിന്റെ അവസാനത്തിൽ 3600 സ്ത്രീകളെ ഇവിടെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി കൊണ്ടുപോയി അവരെ കാണാനില്ല എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. 32,000 ഒക്കെ ഓർമ്മയെന്ന് പറയാം. അപ്പൊ അതിൽ അന്ന് കേരള പോലീസ് വിളിച്ചു കൂട്ടിയ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ഉണ്ടായിരുന്ന മീറ്റിംഗിൽ തന്നെ പറഞ്ഞത് 3-4 പേരേ ഉള്ളൂ. കോടതികൾ എന്താ പറഞ്ഞത് അത് നമുക്കറിയാം. അതേമാതിരി തന്നെ സബർമതി റിപ്പോർട്ട് അല്ലെങ്കിൽ ഗോദ്ര അപ്പൊ നേരം ഇങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്.
അങ്ങനെ ഈ സിനിമകൾ വന്നിട്ട് ഈ സിനിമകളെല്ലാം ജനങ്ങൾ 1-2 സിനിമകൾക്ക് ജനം നിരാകരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ കൊച്ചാക്കിക്കൊണ്ട് കങ്കണ റണൌത്തിന്റെ പടം നിലം തൊട്ടോ. അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ബാധകമാണ്. എമർജൻസിക്ക് എന്ന പടത്തിന് ബാധകമാണ്, എല്ലാ പടങ്ങൾക്കും ബാധകമാണ്. പക്ഷെ ഇവിടെ അതില്ല. ഇതിലൊരു വില്ലനെ മനസ്സിലല്ലേ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോ അത് ആ വില്ലൻ ഗോത്ര സംഭവത്തിൽ പങ്കെടുത്താണ്. അപ്പൊ ആദ്യം ചോദിക്കുന്നുണ്ടല്ലോ, എന്നാ ഗോത്രയിലെ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യപർവത്തിൽ മഹാഭാരതം തുടങ്ങണ്ട, നമുക്ക് കർണപർവത്തിലോ ഇല്ലാതിരിക്കുന്ന ദുഷ്യന്ത പർവത്തിലോ അല്ല ദുശാസന പർവത്തിലോ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കഥ എന്ന് പറഞ്ഞ ആവിഷ്കാരത്തിന് വർക്കം തീരാതെ ഉണ്ടാവും. അപ്പൊ അതുമായി ഇതിന്റെ ഒരു ചെറിയൊരു കാര്യമാണ് അതിൽ. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയാം, സൈഡ് എടുത്തിട്ട് പറയണം, അതിനോടൊപ്പം മൊത്തം കാണിക്കുമ്പോൾ പടം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബി ജെ പി ആണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചാല് തടക്കൊന്നുമില്ല. അതേസമയം BJP-യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതോടെ നടന്നോട്ടെ, MP രമേശ് പറയുന്നു അതോടെ നടന്നോട്ടെ. അപ്പോൾ BJP ശരിയാണ്, BJP ഇതിനെ ഒരു രാഷ്ട്രീയ അല്ലല്ല ഇതിനെ ഒരു എതിർക്കുന്ന ഒരു വിഷയമായിട്ട് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഇക്കാര്യത്തിൽ സിനിമയെ കണ്ടാൽ മതി എന്നുള്ള നിലപാടാണ്. ശ്രീജിത്ത് പണിക്കർ, ഈ ഒരു വിവാദം നടക്കുമ്പോഴും ഈ പൃഥ്വിരാജ് പ്രതികരിക്കാത്തത് എന്തേ, മൗനത്തിൽ ഒളിക്കുന്നത് എന്തേ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴും 200 കോടി ക്ലബിൽ സിനിമ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ജനം ഏറ്റെടുത്തു എന്നാണല്ലോ. നിശ്ചയമായും അത് നേരത്തെ തന്നെ ഉറപ്പായ കാര്യമാണല്ലോ. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ വിവാദമായിരിക്കുന്ന എത്രയോ സിനിമകൾ ഹിറ്റായിട്ടുണ്ട്, വിവാദത്തിൻ്റെ പേരിൽ പൊളിഞ്ഞു പോയിരിക്കുന്ന സിനിമയുണ്ട്. അതൊക്കെ ഓരോ സിനിമയ്ക്കും ഒരു തലവരയുണ്ട്. ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമ, ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാമത്തെ സിനിമ. അപ്പോൾ എക്സ്പെക്ടേഷൻസ് വളരെ കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അതായത് എഡിറ്റുകൾ വരും. അപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന പതിപ്പ് ഒരുപക്ഷെ ഈ ആഴ്ച ഇനി റിലീസാവുമെന്ന് പറയുന്ന സമയത്ത് വൺസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രീവിയസ് വെർഷൻ കാണാനായിട്ട് മാർഗ്ഗമില്ല. കാരണം ഇനി OTT-യിൽ വരുമ്പോൾ പോലും റിവൈസ്ഡ് ആയിട്ടുള്ള വെർഷൻ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നത് കാണാൻ ഒരുപക്ഷെ ഈ എഡിറ്റ് വരുന്ന സമയം വരെയും ഉള്ള സമയത്ത് കൂടുതലായിട്ടുള്ള ഒരു തള്ളിക്കയറ്റം, കൂടുതൽ ബുക്കിങ്ങുകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഫൈനാൻഷ്യലി ആ സിനിമയെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ രണ്ടാമത് ഒരുപക്ഷെ അതിൻ്റെ മേക്കേഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു തീമാണെങ്കിൽ ഔട്ട്സൈഡ് കേരള അത് വലിയ രീതിയിലേക്ക് വിജയിക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ ചില റിവ്യൂ വെബ്സൈറ്റുകളൊക്കെ തന്നെ ഹിന്ദി വെർഡിക്റ്റ് ഫ്ലോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന പിന്നെ ഹിന്ദി റിവ്യൂ സൈറ്റുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ്? ഈ സിനിമയുടെ പ്രമേയം അവിടെയുള്ള ലാർജർ ക്രൗഡിന് താല്പര്യം തോന്നുന്നില്ല. നേരത്തെ അല്പം മുമ്പ് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഇപ്പോൾ കങ്കണ റണൌത്തിനെ എങ്ങനെയാണ് ദുർബലയായിട്ടുള്ള ഒരു ഇന്ദിരാഗാന്ധിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, അതിന് എവിടെയൊക്കെ സ്വീകാര്യത കിട്ടും, എവിടെയൊക്കെ സ്വീകാര്യത കിട്ടില്ല എന്നത് പ്രാദേശികമായിട്ട് തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇതിന് അവിടെ വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുതൽ മുടക്ക്, പടം ബ്രേക്ക് ഈവൻ ആവുക, പിന്നീട് പ്രോഫിറ്റിലേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ വിവാദം സിനിമയെ മോശമായി ബാധിക്കും, തെറ്റായി ബാധിക്കും എന്ന് ഈ മേക്കേഴ്സിന് തോന്നിയിരിക്കാം. ഇതൊരു ഭാഗം. പിന്നെ അല്പം മുമ്പ് ശ്രീ മഞ്ജിത്ത്, പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ ആൾ, അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ കുറിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ, അതായത് ടൈംലി റെസ്പോൺസ് ആണോ പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മഞ്ജുഷിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ കാലത്ത് ഈ കടുവയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് എഡിറ്റ് ചെയ്തത് എന്നോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇത് എഡിറ്റിന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കാതെയാണോ എഡിറ്റിന് പോയിരിക്കുന്നത്? അങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പൃഥ്വിരാജിന് അറിയില്ലേ ഏത് ഭാഗമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അറിയില്ലേ? അറിയുമെങ്കിൽ മഞ്ജിത്ത് ഒന്ന് പറയൂ, ഏത് ഭാഗമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ അത് വേണ്ട, എന്തിനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് സംവിധായകൻ പറയണം. മോഹൻലാൽ അത് പറഞ്ഞിട്ടില്ല. എന്തിനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? എന്ത് കാരണമാണ്? ആരെ നിരാശപ്പെടുത്തി? മോഹൻലാൽ ആരാധകരെ നിരാശപ്പെടുത്തിയതിൻ്റെ പേരിലാണോ? അതും എല്ലാവരെയും ഒന്നും പറയുന്നില്ലല്ലോ. മോഹൻലാൽ ആരാധകരിൽ കുറേ പേരെ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അവരെ നിരാശപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണോ പൃഥ്വിരാജ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ സിനിമ ആർക്ക് വേണ്ടിയിട്ടാണോ? മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടാണോ? എന്താണെന്ന് പറയൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് മഞ്ജിത്ത് പറയേണ്ട വിഷയമല്ല, അത് മല്ലിക സുകുമാരൻ പറയേണ്ട വിഷയമല്ല. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. പിന്നെ മറ്റ് 2 വിഷയങ്ങൾ, അതായത് സ്ക്രിപ്റ്റ് ശ്രീ മോഹൻലാൽ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇനി അത് എൻഡ് ടു എൻഡ് സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല, പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ സമൂഹത്തിൽ കുറേയധികം ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ശ്രീ മേജർ രവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഈ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് ആരാണ്? മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് മല്ലിക സുകുമാരനുള്ള അതേ റോള് തന്നെയല്ലേ മേജർ രവിക്കുള്ളത്. അല്ലാതെ സംവിധായകൻ്റെ മാതാവാകുന്നത് കൊണ്ട് ഒരു അപ്പർ ഹാൻഡ് നായക നടൻ്റെ സുഹൃത്തിനേക്കാൾ കിട്ടും എന്നൊന്നും നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവർ രണ്ടുപേരും സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ അഭിപ്രായം പറയേണ്ടവരല്ല, നമുക്കറിയാം.
പക്ഷേ ഇവർ രണ്ടുപേരും സിനിമയിൽ പ്രവർത്തിക്കുന്നയാളാണ്. രണ്ടുപേർക്കും ഈ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ നിൽക്കുന്ന രണ്ടാൾക്കാരോടും അടുപ്പമുള്ളതാണ് എന്നതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ അവരിൽ തന്നെ പറയുന്ന, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഇന്ന് സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ ഈ ഫാൻസിനെ മാത്രമല്ല പറയുന്നത്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം തൻ്റെ സിനിമയെ സംബന്ധിച്ച എല്ലാ ക്വയറീസിനും മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ലാലേട്ടന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണല്ലോ വരുന്നത്. കൊടുത്തിട്ടുണ്ടാവാം, അദ്ദേഹം വായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈനർ ഡീറ്റെയിൽസിലേക്ക് പോകൂ. അതായത് സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സമയത്ത്, അദ്ദേഹത്തിനോട് കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കലാപം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതോ ഗുജറാത്ത് കലാപം എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ റഷസ് ഒക്കെ കാണിച്ചു കൊടുത്തു എന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ സിനിമ കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടന് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്ന് മല്ലിക സുകുമാരൻ്റെ ഒരു അഭിപ്രായം വന്നു. അവരുടെ പോസ്റ്റിൽ നമ്മൾ കണ്ടതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതുവരെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധനം എന്താ ഒരു സംവിധായകൻ പെൻഡ്രൈവിൽ കൊണ്ട് നടക്കുകയാണോ? ആകെ നിങ്ങൾക്ക് കഴിയുന്നത് എന്താണ്? ഒരു ചെറിയ ഭാഗം ഒരുപക്ഷെ കാണിക്കാം, അല്ലെങ്കിൽ ലൈവ് എഡിറ്റിൽ, സ്പോട്ട് എഡിറ്റിലൊക്കെ നടക്കുന്ന ഒരു ഭാഗം കാണിക്കാം, അപ്പം നടക്കുന്ന ഷൂട്ടിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ കാണിക്കാം. ഇനി അതല്ലാതെ നിങ്ങൾ എന്താ തിരിച്ചു വെച്ചിരിക്കുന്നത്? സീൻ നമ്പർ 1 മുതൽ അവസാന സീൻ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നതാണോ? ഇത് പലതും പല സമയത്ത് പലതായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തു? എൻഡ് ടു എൻഡ് ആണോ കാണിച്ചു കൊടുത്തിരിക്കുന്നത്, അതോ ഏതെങ്കിലും റഷസ് ആണോ കാണിച്ചു കൊടുത്തിരിക്കുന്നത്? ഇനി പ്രിവ്യൂ, അതിൽ തർക്കമേ ഇല്ലല്ലോ. പ്രിവ്യൂ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഈ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ലോജിക്കലായിട്ടുള്ള പൊസിഷൻസ് പറയും. ഈ രീതിയിലത്തേക്കാണോ? അതായത് ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കുമോ, അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ അഭിനയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫൈനൽ പോയിന്റിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ, അദ്ദേഹത്തിനോട് കൊടുത്തിരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു. ഇപ്പം മോഹൻലാലിൻ്റെ ആ ഖേദപ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അതായത് ഈ സിനിമയുടെ തീമുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിദ്വേഷത്തിൻ്റെ കാര്യമോ ഒക്കെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെയോ ആശയത്തിനെയോ ഒക്കെ മതവിഭാഗത്തിനെയോ ഒക്കെ എതിർക്കുന്ന രീതിയിലത്തേക്കുള്ള തീം അതിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ അദ്ദേഹം മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു പൊസിഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു സാമൂഹ്യ വിഭജനം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, ഭിന്നത ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാരണത്താൽ ഇന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബാഹ്യപ്രേരണ ഉണ്ടെങ്കിൽ അത്, ഭീഷണി ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വമേധയാ ഞങ്ങൾ ഇതിനെപ്പറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ വിവാദം അവസാനിക്കേണ്ടത്. അത് പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ പണിക്കർ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ലാലേട്ടൻ്റെ നിലപാട് എന്താണെന്നും, ലാലേട്ടൻ അല്ലെങ്കിൽ ലാലേട്ടൻ അണിയറ പ്രവർത്തകർ എന്താണ്, സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ നിലപാട് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് മേലെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ പറയുന്ന പൃഥ്വിരാജിനോ അല്ലെങ്കിൽ മുരളി ഗോപിക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പറയട്ടെ. ശരി, എന്തായാലും ഇപ്പോൾ പൃഥ്വിരാജ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിനും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ചോദ്യം ഇതായിരുന്നു: എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജ് പ്രതികരിക്കണോ? വേണമെന്ന് 70% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി.